വെൽക്കം. തഹ്മനാണ്. നിയോപ്ലാസിയ ഓർ ഓൺകോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ക്യാൻസറിനെ കുറിച്ചിട്ടാണ്, ക്ലിനിക്കൽ എഫക്ട്സ് ഓഫ് ക്യാൻസർ. സോ ട്യൂമർ ഉണ്ട് ഇപ്പോൾ. സോ നമ്മൾ പ്രധാനമായിട്ട് മാലിഗ്നന്റ് ട്യൂമറിനെ കുറിച്ചിട്ടാണ് കൂടുതൽ പറയാം, എങ്കിലും ചില ഫീച്ചേഴ്സ് ബിനൈനും ഉണ്ട്. സോ ട്യൂമർ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയാം. സോ രണ്ട് തരം ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് ലോക്കൽ എഫക്ട്സ് ആണ്. സോ ദർ ആർ ലോക്കൽ എഫക്ട്സ് ഉണ്ട്. രണ്ട് സിസ്റ്റമിക് എഫക്ട്സ്. സോ ഇതിൽ സിസ്റ്റമിക് എഫക്ട്സിൽ വരുന്നതാണ് ട്യൂമർ ലൈസിസ് സിൻഡ്രോം ആൻഡ് പാരാ നിയോപ്ലാസ്റ്റിക് സിൻഡ്രോം. സോ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ലോക്കൽ എഫക്ട്സ് നമുക്ക് 4 ലോക്കൽ എഫക്ട്സ് പറയാം. ഫസ്റ്റ് വൺ ഈസ് കംപ്രഷൻ ആണ്. കംപ്രഷൻ ആണ് ഫസ്റ്റ്. സോ ഒരു ഭാഗത്തൊരു ട്യൂമർ വന്നു കഴിഞ്ഞാൽ ആ ഭാഗം വലുതാവും ഡെഫിനറ്റ്ലി. സോ ചുറ്റുമുള്ള ടിഷ്യൂസിനെ ഇത് കംപ്രസ് ചെയ്യും. പ്രത്യേകിച്ച് ഇവിടെ ലൊക്കേഷൻ ഈസ് വെരി ക്രിട്ടിക്കൽ ആണ്. ക്രിട്ടിക്കൽ ഏരിയാസിൽ ആണെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഉദാഹരണം പിറ്റ്യൂട്ടറിയിൽ ബിനൈൻ ട്യൂമർ ആണെന്ന് വിചാരിക്കാം. ബിനൈൻ ആണ്, മാലിഗ്നന്റ് അല്ല. പക്ഷേ ടിഷ്യൂ വലുതാകും. ടിഷ്യൂ വലുതാകുമ്പോൾ തൊട്ടടുത്ത ഭാഗങ്ങൾ കംപ്രസ്ഡ് ആവും. കംപ്രസ്ഡ് ആകുമ്പോഴത്തേക്കും കടുത്ത തലവേദന ആയിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പിറ്റ്യൂട്ടറി adenoma. Okay, so it's a benign but cause big problem. Then tumor vertebrae അടുത്ത് വന്നാൽ vertebrae ബേസിൽ വന്നു കഴിഞ്ഞാൽ vertebrae ബേസിൽ vertebral കോളത്തിലൊക്കെ ട്യൂമർ വന്നു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് കംപ്രഷൻ ഓഫ് ദ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിനെ കംപ്രസ് ചെയ്യും. സ്പൈനൽ കോഡിനെ കംപ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര കടുത്ത വേദന ആയിരിക്കും. ബാക്ക് പെയിൻ, നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത സിവിയർ ആയിട്ടുള്ള ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാകും. Okay, ഇതാണ് കംപ്രഷൻ. രണ്ടാമത്തത് ദിസ് ഈസ് ഒബ്സ്ട്രക്ഷൻ ആണ്. ഒബ്സ്ട്രക്ഷൻ ആണ്, തടസ്സമാണ് ഉണ്ടാക്കുന്നത്. ഏറ്റവും പ്രധാനം ഇപ്പോൾ GIT-ലെ ഏത് തരം ക്യാൻസർ വന്നാലും ഇൻറ്റസ്റ്റൈനൽ ലൂമൻ ഓപ്പൺ ആണ്. സോ ഇവിടെ ഒരു ക്യാൻസർ വന്നു, ഇവിടെ ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം? ഫുഡ് ഇറങ്ങില്ല, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, അങ്ങനെയൊക്കെയുള്ള സീരിയസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സിവിയർ പെയിൻ ആയിരിക്കും. ഇതാണ് രണ്ടാമത്തത് ഒബ്സ്ട്രക്ഷൻ. സോ കോളൺ ക്യാൻസർ ഒരു എക്സാമ്പിൾ ആണ്. ദെൻ മൂന്നാമത്തത് നമുക്ക് പറയാവുന്നത് ടിഷ്യൂ ഡിസ്ട്രക്ഷൻ ആണ്. ടിഷ്യൂ ഡിസ്ട്രക്ഷൻ ഉണ്ടാകാം. ഇത് കൂടുതലായിട്ട് മാലിഗ്നന്റിലാണ്. തൊട്ടടുത്ത ടിഷ്യൂസിലേക്ക് ഇത് ഇൻഫിൽട്രേറ്റ് ചെയ്യും. മാലിഗ്നന്റ് ടിഷ്യൂ വിൽ ബി ഇൻഫിൽട്രേറ്റ്. സോ ആ ഭാഗത്തെ സെൽസും നശിക്കുന്നു. സോ ടിഷ്യൂ ഡിസ്ട്രക്ഷൻ ഉണ്ടാകാം. ആൻഡ് നാലാമത്തതിന് പറയാനുള്ളത് ഇറ്റ് ക്യാൻ കോസ് ഇൻഫാർക്ഷൻ ഉണ്ടാക്കാം. ഇൻഫാർക്ഷൻ എന്ന് വെച്ചാൽ ഡിക്രീസ്ഡ് ബ്ലഡ് സപ്ലൈ ആ ഭാഗത്തേക്കുള്ള പോകും. ദെൻ ക്യാൻ കോസ് അൾസറേഷൻ ഉണ്ടാക്കാം. ആ ഭാഗത്ത് അൾസർ ആൻഡ് ബ്ലീഡിംഗ് ഉണ്ടാക്കാം. ദെൻ ഹെമറേജ് ആൻഡ് ബ്ലീഡിംഗ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സോ ഇതെല്ലാമാണ് ലോക്കൽ എഫക്ട്സ് എന്ന് പറയുന്നത്. 4 നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് സിസ്റ്റമിക് എഫക്ട്സ് ആണ്. സിസ്റ്റമിക് എഫക്ട്സ് നമുക്ക് 4 ആക്കാം. 1 ഈസ് കാച്ചക്സിയ ആണ്. കാച്ചക്സിയ ഉണ്ടാക്കാം. 2 ഇറ്റ് ക്യാൻ കോസ് ഫീവർ ഉണ്ടാക്കാം. മൂന്നാമത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്യൂമർ ലൈസിസ് സിൻഡ്രോം ആണ്. ലൈസിസ് സിൻഡ്രോം. ആൻഡ് നാലാമത്തത് പാരാ നിയോപ്ലാസ്റ്റിക് സിൻഡ്രോം. സോ ആദ്യത്തെ സിസ്റ്റമിക് എഫക്ട് ക്യാൻസർ കാച്ചക്സിയ ആണ്. കാച്ചക്സിയ. ഓക്കെ, സോ ട്യൂമർ വളരുന്തോറും അവിടെ ന്യൂട്രീഷണൽ ഡിമാൻഡ്സ് വിൽ ഇൻക്രീസ്. അല്ലെ, നമ്മൾ കഴിക്കുന്നതിന്റെ ഗുണഫലങ്ങൾ മൊത്തം ക്യാൻസർ സെൽസ് കൊണ്ടുപോകും. സോ മറ്റ് സെല്ലുകൾക്ക് കിട്ടേണ്ട പോഷകങ്ങളൊന്നും ആവശ്യത്തിന് കിട്ടില്ല. സോ രോഗിയുടെ ബോഡി വെയിറ്റ്, ബോഡി മാസ് വിൽ ഡിക്രീസ്. സോ പേഷ്യന്റ് വിൽ ബിക്കം ലീൻ ആകും, ആളുടെ വണ്ണം കുറയും, ഹി ബിക്കം തിൻ ആകും, വെയിറ്റ് ലോസ് ഉണ്ടാകും. ആൻഡ് മസിൽസ് വിൽ ബി വേസ്റ്റഡ്. മസിൽ വേസ്റ്റിംഗ് ഉണ്ടാകും. അഡിപ്പോസ് ടിഷ്യൂ. സോ ദിസ് അബൌട്ട് മസിൽ ആണ്. രണ്ടാമത്തെ അഡിപ്പോസ് ടിഷ്യൂവിൽ ലിപ്പോലൈസിസ് നടക്കും. ലിപ്പോലൈസിസ് നടക്കുമ്പോൾ അതിലെ ഫാറ്റും നഷ്ടം. സോ മസിൽസ് നഷ്ടപ്പെടുന്നു, പ്രോട്ടീൻ അല്ല അതിൽ നിന്ന് പോകുന്നു, ഫാറ്റ് പോകുന്നു. ഫാറ്റും അഡിപ്പോസ് ടിഷ്യൂ നശിക്കുമ്പോൾ ഫാറ്റ് നഷ്ടപ്പെടുന്നു. സോ മാത്രമല്ല പേഷ്യന്റിന് ഭക്ഷണത്തോട് താല്പര്യം കുറവാണ്. യെസ്, അനോറക്സിയ ഉണ്ട്. സോ ഭക്ഷണം കുറവാണ്, വിശപ്പ് കുറവാണ്, പക്ഷേ ആവശ്യകത കൂടി വരുന്നു. ഇനി ഈ ക്യാൻസർ ഇസിന്റെ GIT ആണെങ്കിൽ ഈ പ്രശ്നങ്ങൾ വളരെ കൂടുതലും കൂടിയായിരിക്കും. അല്ലാത്ത കേസ് സൈക്കോളജിക്കലി, അല്ലെ, ക്യാൻസർ വന്നു കഴിയുമ്പോൾ തന്നെ സൈക്കോളജിക്കലി പേഷ്യന്റ് ഫുഡൊക്കെ കഴിക്കുന്ന കുറവാണ്, അനറക്സിയ ഉണ്ട്, ഒന്നും കഴിക്കുന്നില്ല. സോ ഓൾ ടുഗദർ ദിസ് ലീഡ്സ് ടു കാച്ചക്സിയ. ആൻഡ് വൈ ദിസ് കാച്ചക്സിയ? ദിസ് ഈസ് ടു വേരിയസ് സൈറ്റോകൈൻസ് ലിബറേറ്റഡ് ഫ്രം ദ സെൽസ്. അതുമൂലമാണ് ഇത് ഉണ്ടാവുക. ഈ സൈറ്റോകൈൻസ് ക്യാൻസർ സെൽസിൽ നിന്നുണ്ടാകാം, അല്ലെങ്കിൽ ക്യാൻസർ സെൽ മീഡിയേറ്റഡ് അതർ സെൽസ്, മറ്റ് സെല്ലുകളിൽ നിന്നും ഉണ്ടാകാം. ഏതൊക്കെ ഉണ്ടാകും എന്ന് വെച്ചാൽ 1 is TNF ആൽഫ ഉണ്ടാകാം, ഇന്റർലൂക്കിൻസ് ഉണ്ടാകാം, 1 and 6 നമുക്ക് എഴുതാം, ദെൻ ഇന്റർഫെറോൺ ഗാമ. സോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ദിസ് വിൽ ആക്ട് ഓൺ ദ സ്കെലിറ്റൽ മസിൽസ് ആൻഡ് ഓൾസോ ആക്ട് ഓൺ ദ അഡിപ്പോസൈറ്റ്സ്. അഡിപ്പോസൈറ്റ്സിലും സ്കെലിറ്റൽ മസിലും ആക്ട് ചെയ്യും. സ്കെലിറ്റൽ മസിൽ ആക്ട് ചെയ്യുമ്പോൾ മസിൽ വേസ്റ്റിംഗ് ഉണ്ടാക്കും. പ്രോട്ടിയോലൈസിസ്, പ്രോട്ടീൻ സ്പ്ലിറ്റ് ആകും, ലിപിഡ്സ് നശിക്കുന്നു, ലിപ്പോലൈസ് ഉണ്ടാകുന്നു, അപ്പോൾ തെർമോജെനസിസ് ഉണ്ടാകുന്നു. ആൻഡ് ദിസ് കോസസ് all together causes muscle atrophy. So this is the action on skeletal muscles. While on adipocytes act ചെയ്യുമ്പോൾ ലിപിഡ്സ് പൊട്ടും, ലിപ്പോലൈസിസ് ഉണ്ടാകും, ബ്രൗണിംഗ് ഓഫ് അഡിപ്പോസൈറ്റ്സ് ഉണ്ടാകും. സോ ഇത് രണ്ടും കൂടി ചേരുമ്പോഴത്തേക്കും ദിസ് വിൽ ലീഡ്സ് ടു കാച്ചക്സിയ. തീർന്നില്ല, ഇൻക്രീസ്ഡ് അനോറക്സിയ, ആൾക്ക് വിശപ്പില്ല എന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. ആൻഡ് ഇവിടെയും തീരുന്നില്ല, ഇനി ഡിക്രീസ്ഡ് ഗ്രോത്ത് ഫാക്ടേഴ്സിന്റെ എമൗണ്ട് കുറയുന്നു, ലൈക്ക് ഇൻസുലിൻ കുറയുന്നുണ്ട്. ദെൻ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ 1, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കുറയും തോറും ദിസ് പേഷ്യന്റ് ബിക്കം മോർ ആൻഡ് മോർ തിൻ
തിന്നാകുന്നു. അപ്പോൾ പേഷ്യന്റിന് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു, മസിൽ അട്രോഫി ഉണ്ടാകുന്നു, അനീമിയ, വിളർച്ച, അങ്ങനെ എല്ലാം കൂടി ചേരുമ്പോൾ ദിസ് ഓൾ ലീഡ്സ് ടു കാറ്റക്സിയ. ഇതുകൊണ്ടും തീരുന്നില്ല, നമ്മൾ ഈ രോഗിയെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മരുന്നുകളുടെ ഫലവും കുറവാകും. മരുന്ന് വിൽ ബിക്കം ലെസ് എഫക്റ്റീവ് ആകാനും ചാൻസ് ഉണ്ട്. ആൻഡ് പേഷ്യന്റ് ബിക്കം മോർ ആൻഡ് വീക്ക് ആൻഡ് ഹിസ് ക്വാളിറ്റി ഓഫ് ലൈഫ് വിൽ ഡിക്രീസ്. സോ അപ്പോൾ ഒരാൾക്ക് കാറ്റക്സിയ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 6 മാസം ഈ ക്യാൻസർ പേഷ്യന്റ് 6 മാസം 6 മന്ത്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5% കൂടുതൽ അദ്ദേഹത്തിന്റെ ബോഡി വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാറ്റക്സിയ. ഇനി ബോഡി വെയിറ്റ് 2% കുറഞ്ഞിട്ടുള്ളൂ, പക്ഷെ അദ്ദേഹത്തിന്റെ ബോഡി സർഫസ് ഏരിയയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ that also is cachexia. So cachexia, if it is refractory ആയി കഴിഞ്ഞാൽ this leads to ഡെത്തിലേക്കായിരിക്കും പോവുക. സെക്കൻഡ് വൺ ഈസ് ഫീവർ ആണ്. ബോഡി ടെമ്പറേച്ചർ കൂടുകയാണ്, ഫീവർ. സോ ട്യൂമർ സെൽസ് ക്യാൻ ഇലാബറേറ്റ് certain pyrogens എന്ന് വെച്ചാൽ പൈറം തീയാണ്. pyrogens means which can increase the body temperature ആണ്. ആൻഡ് വേഗത്തിൽ വളരുന്ന ട്യൂമർ സെൽസ്, അതിന്റെ നടുവിൽ പൊതുവെ വേഗത്തിൽ വളരുകയാണെങ്കിൽ അതിന്റെ നടുഭാഗത്തെ സെല്ലുകൾക്ക് ആവശ്യത്തിന് സപ്ലൈ ഓഫ് ഓക്സിജൻസ് ഒന്നും കിട്ടുന്നില്ല. സോ നെക്രോസ് ഉണ്ടാക്കും. ഹൈപ്പോക്സിക് നെക്രോസ് ഉണ്ടാക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക? കോയാഗുലേറ്റീവ് നെക്രോസ് ഉണ്ടാക്കും. ആൻഡ് ദിസ് ലീഡ്സ് ടു റിലീസ് ഓഫ് ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് എല്ലാം റിലീസ് ചെയ്യും. അത് ഇന്റർലൂക്കിൻസ് ആകാം, TNF ആകാം, ഇന്റർഫ്രോൺ ഗാമ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ റിലീസ് ചെയ്യുമ്പോൾ ദിസ് കോസസ് റിലീസ് ഓഫ് പ്രോസ്റ്റാഗ്ലാൻഡിൻ E2 ഉണ്ട്. ആൻഡ് ദിസ് പ്രോസ്റ്റാഗ്ലാൻഡിൻ E2 വിൽ ഗോ ടു ഹൈപ്പോതലാമസിലേക്ക് പോയിട്ട് ഇറ്റ് വിൽ റീസെറ്റ് ദ ടെമ്പറേച്ചർ, റീസെറ്റ് ദ ബോഡി ടെമ്പറേച്ചർ. ആൻഡ് മാത്രമല്ല ഈ TNF ആൽഫ പോലുള്ളവ ലിവറിൽ ചെന്ന് കഴിഞ്ഞാൽ, TNF ആൽഫ പോലുള്ളവ ലിവറിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നത് അക്യൂട്ട് റിയാക്ടൻസ് ലൈക്ക് C റിയാക്റ്റീവ് പ്രോട്ടീൻസ് പോലെയുള്ളവ ദാറ്റ് ഓൾസോ ക്യാൻ ഇൻക്രീസ് ദ ബോഡി ടെമ്പറേച്ചർ. സോ ഒന്നാമത്തെ സിസ്റ്റമിക് എഫക്ട് നമ്മൾ പറയുന്നത് ട്യൂമർ ലൈസിസ് സിൻഡ്രോം ആണ്, TLS ആണ്. സോ TLS ഉണ്ടാവുന്നതിന് കാരണം എക്സ്റ്റൻസീവ് ഡിസ്ട്രക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് സെൽസ് ഡിസ്ട്രക്ഷൻ വളരെ അധികം കൂടുന്നത് കൊണ്ടാണ്. റാപ്പിഡ്ലി പ്രോലിഫറേറ്റിംഗ് ട്യൂമർ സെൽസ് വേഗത്തിൽ നശിക്കുന്നത് കൊണ്ട്. സോ വേഗത്തിൽ വളരുന്ന ട്യൂമർ സെൽസിൽ ഒരുപാട് സെല്ലുകൾ പെട്ടെന്ന് നശിക്കുമ്പോഴാണ് ട്യൂമർ ലൈസിസ് സിൻഡ്രോം ഉണ്ടാവും. സെൽസ് നശിക്കുമ്പോൾ, ഒരു സെല്ല് നശിക്കുമ്പോൾ അതിനകത്തുള്ള സംഭവങ്ങളെല്ലാം പുറത്തെത്തുന്നു. സോ സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് DNA ഉണ്ട്, DNAയിൽ നമുക്കറിയാം പ്യൂരിൻസ് ഉണ്ട്, പിരമിഡിൻസ് ഉണ്ട്. പ്യൂരിൻസ് നശിക്കുമ്പോൾ ഇതിൽ നിന്ന് ധാരാളമായിട്ട് യൂറിക് ആസിഡ് പുറത്തെത്തും. സോ ഹൈപ്പർ ബ്ലഡിലെത്തുമ്പോൾ ദാറ്റ് കോസസ് ഹൈപ്പർ യൂറിസീമിയ ഉണ്ടാക്കുന്നുണ്ട്. ബ്ലഡിൽ യൂറിക് ആസിഡ് വർദ്ധിക്കുമ്പോൾ ഇത് യൂറിക് ആസിഡ് പല സ്ഥലത്തും പോയി അടിഞ്ഞു കൂടുന്നുണ്ട്. ആൻഡ് ദിസ് ക്യാൻ കോസ് ഗൗട്ട് ഉണ്ടാകും, ഗൗട്ടി ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ. യൂറിക് ആസിഡ് മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകും. മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ കിഡ്നിയിൽ ഇത് അടിഞ്ഞു കൂടും. കിഡ്നിയിൽ ക്രിസ്റ്റൽസ് ഉണ്ടായി അടിഞ്ഞു കൂടി തടസ്സങ്ങൾ ഉണ്ടാക്കാം. സോ ദിസ് ക്യാൻ കോസ് അക്യൂട്ട് റീനൽ ഫെയിലിയർ ഉണ്ടാകും. സോ ഹൈപ്പർ യൂറിസീമിയ ഉണ്ടാകും, ഗൗട്ട് ഉണ്ടാകും, അക്യൂട്ട് റീനൽ ഫെയിലിയർ ഉണ്ടാകും. ഈ രണ്ട് സെല്ലിനകത്താണ് പൊട്ടാസ്യം കൂടുതൽ അല്ലെ. പൊട്ടാസ്യം 135-130 ഒക്കെ പൊട്ടാസ്യം ഉള്ളത് സെല്ലിനകത്താണ്, പുറത്ത് 4-5 ഒക്കെ ഉള്ളൂ. സോ ഇത് പുറത്തെത്തുന്നു. സോ പൊട്ടാസ്യം പുറത്തെത്തി കഴിഞ്ഞാൽ ബ്ലഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് പൊട്ടാസ്യം ലെവൽ, അതിന് നമ്മൾ ഹൈപ്പർ കലീമിയ എന്നാണ് വിളിക്കുക. സോ ഹൈപ്പർ കലീമിയ ഉണ്ടാകും. മസിൽസ് വിൽ ബിക്കം വീക്ക് ആകും. അത് മാത്രമല്ല പ്രശ്നം, അതിനേക്കാൾ കൂടുതൽ പ്രശ്നം ഓൺ ദ ഹാർട്ട് കോസസ് ആരിത്മിയ ഉണ്ടാകും. സോ ഹൈപ്പർ കലീമിയ ആൻഡ് കാർഡിയക് കോംപ്ലിക്കേഷൻസ്, ആരിത്മിയ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ 3 സെല്ലിനകത്താണ് ഫോസ്ഫേറ്റ് കൂടുതൽ, DNA-യുടെ അകത്തും ഫോസ്ഫേറ്റ് ഉണ്ട്. സോ ഇത് പൊട്ടുന്നു, ഫോസ്ഫേറ്റ് പുറത്തുന്നു. ബ്ലഡിനകത്ത് ഫോസ്ഫേറ്റ് കൂടുന്നു. സോ ഹൈപ്പർ ഫോസ്ഫറ്റീമിയ എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാകും. ഹൈപ്പർ ഫോസ്ഫറ്റീമിയ ഉണ്ടാകുമ്പോൾ ബ്ലഡിനകത്ത് ഫോസ്ഫേറ്റ് കൂടിക്കഴിഞ്ഞാൽ കാൽഷ്യവുമായിട്ട് ബൈൻഡ് ചെയ്യും. സോ കാൽഷ്യം എമൗണ്ട് ഇൻ ദ ബ്ലഡ് വിൽ റെഡ്യൂസ്. സോ ദിസ് ഹൈപ്പർ ഫോസ്ഫറ്റീമിയ ലീഡ് ടു ഹൈപ്പോകാൽസീമിയ ഉണ്ടാകുന്നു. ബ്ലഡിനകത്തെ കാൽഷ്യത്തിന്റെ എമൗണ്ട് കുറയും. സോ ഇത്രയും കാര്യങ്ങളാണ് ട്യൂമർ ലൈസിസ് സിൻഡ്രോമിൽ ഉണ്ടാകുക. സോ ഇറ്റ് ക്യാൻ ലീഡ് ടു ഹൈപ്പർ യൂറിസീമിയ, ഗൗട്ട് ആൻഡ് അക്യൂട്ട് റീനൽ ഫെയിലിയർ, ഹൈപ്പർ കലീമിയ ആൻഡ് കാർഡിയക് കോംപ്ലിക്കേഷൻസ്, ഹൈപ്പർ ഫോസ്ഫറ്റീമിയ ആൻഡ് റിലേറ്റഡ് ഹൈപ്പോകാൽസീമിയ. ഏതെല്ലാം കണ്ടീഷൻസിലാണ് TLS കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ചോദിച്ചാൽ അധികവും ബ്ലഡ് ക്യാൻസറുകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആൻഡ് നമ്പർ 1 ഈസ് ബെർകിറ്റ്സ് ലിംഫോമയിലാണ് ഏറ്റവും കൂടുതൽ ഈ സംഭവം ഉണ്ടാകുക. ബെർകിറ്റ്സ് ലിംഫോമ ഫോളോഡ് ബൈ ALL അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയയിൽ ഉണ്ടാകാം. ദെൻ 3 ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ, CLL-ഉം ഉണ്ടാകാം. സോ ദീസ് ഓൾ ദ ബ്ലഡ് ക്യാൻസർ ടൈപ്സ് ആണ്. ആൻഡ് അതർ ബ്ലഡ് ക്യാൻസറിലും ധാരാളം ഉണ്ടാകാം. ദെൻ സോളിഡ് ട്യൂമേഴ്സിലുണ്ട്,
ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോളിഡ് ട്യൂമേഴ്സിൽ അപൂർവ കുറവാണ്, പക്ഷെ അതിലും വേണമെങ്കിൽ ഉണ്ടാകാം. ഇനി അടുത്ത സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻ ഈസ് പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം ആണ്. പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം ആണ്. സോ ഇതൊരു സിൻഡ്രോം ആണ്. നേരത്തെ നമ്മൾ കണ്ടു സിൻഡ്രോം ആണ് ട്യൂമർ ലൈസിസ് സിൻഡ്രോം. സോ സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻസ് ആണ്. ആൻഡ് ദിസ് ഹാപ്പൻസ് ഇൻ അഡ്വാൻസ് ക്യാൻസർ. ആൻഡ് ക്യാൻസർ സാധാരണ ഡയറക്റ്റ് ആയിട്ട് തൊട്ടടുത്ത ടിഷ്യൂവിൽ സ്പ്രെഡ് ആകാം, അല്ലെങ്കിൽ സോ ലോക്കൽ സ്പ്രെഡ് ആകാം, അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് സ്പ്രെഡ് ആകാം. സോ ഇതുവഴിയൊന്നും നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം വി കനോട്ട് എക്സ്പ്ലെയിൻ ദീസ് ത്രൂ ലോക്കൽ സ്പ്രെഡ് ആണ്, മെറ്റാസ്റ്റാറ്റിക് സ്പ്രെഡ് മൂലമുള്ള പ്രശ്നങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. സോ ദീസ് ആർ ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻ ഡെവലപ്പ് ഇൻ എ ക്യാൻസർ പേഷ്യന്റ് വിച്ച് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ ഡയറക്റ്റ് ഓർ ഡിസ്റ്റൻസ്. സോ സാധാരണ ഒരു 10 to 15% ആൾക്കാരിൽ ഇതുണ്ടാകാം. അപൂർവമായിട്ടെങ്കിലും പിന്നീട് വരാവുന്ന ക്യാൻസറിന്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം പറയാം. ഡയഗ്നോസിസിനൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇവിടെ രോഗിയിലുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ സിംറ്റംസ് ഓഫ് ക്യാൻസറുമായിട്ട് നേരിട്ട് മാച്ച് ആവുന്നില്ല, ലക്ഷണങ്ങളൊന്നും ഒത്തുപോകുന്നില്ല. സോ പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം ഈസ് എ ഡിസീസ് ആണ്. ഡിസീസ് ആകാം, അല്ലെങ്കിൽ സിംറ്റം ദാറ്റ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ക്യാൻസർ. ഒരു ക്യാൻസറിന്റെ ഒരു കോൺസിക്വൻസ് ഓഫ് ക്യാൻസർ ആണ്. നോട്ട് ഡ്യൂ ടു പ്രസൻസ് ഓഫ് ലോക്കൽ ക്യാൻസർ സെൽസ്. ആ ഭാഗത്ത് ലോക്കൽ ക്യാൻസർ സെൽസ് ഉള്ളത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇപ്പൊ ശരീരത്തിൽ ഇവിടെയാണ് ക്യാൻസർ എങ്കിൽ ഫലം കാണുന്നത് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. സോ അതാണ് ഇതിന്റെ പ്രശ്നം. മറ്റ് ശരീരഭാഗത്തായിരിക്കും ഇതുണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. സോ വൈ ദിസ്, എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി ഡ്യൂ ടു വൺ ക്രോസ് റിയാക്ടിങ് ആന്റിബോഡി ഫോർമേഷൻ ആണ്. ആന്റിബോഡി ഫോർമേഷൻ ഉണ്ടാകുന്നു. അത് വേറെ എവിടെയെങ്കിലൊക്കെ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. രണ്ട്, പ്രൊഡക്ഷൻ ഫോർ ഫിസിയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഹോർമോൺസ് ഉണ്ടാകുന്നു. സബ്സ്റ്റൻസസ് ഓർ ഹോർമോൺ ലൈക്ക് സബ്സ്റ്റൻസസ്. സോ ഒറിജിനൽ ഹോർമോൺ ആയിരിക്കണമെന്നില്ല, അതേപോലെ ഇരിക്കുന്ന സംഭവങ്ങളായിരിക്കാം. ഓർ 3 ക്യാൻ ഇന്റർഫിയർ വിത്ത് നോർമൽ മെറ്റബോളിക് പാത്വേസുമായിട്ട് ഇന്റർഫിയർ ചെയ്യുന്ന സബ്സ്റ്റൻസ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ട്യൂമർ പ്രശ്നങ്ങളാണ് നമ്മൾ പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം എന്ന് പറയും. സോ ഇറ്റ് ക്യാൻ ബി എൻഡോക്രൈൻ ആക്ഷൻസ് ആയിരിക്കാം. എൻഡോക്രൈൻ ആക്ഷൻസ്, ഇതിൽ നമുക്ക് എൻഡോക്രൈൻ സിൻഡ്രോം എന്ന് വിളിക്കാം. സോ ഇറ്റ് ക്യാൻ ബി എൻഡോക്രൈൻ സിൻഡ്രോം, ഓർ ഇറ്റ് ക്യാൻ ബി ന്യൂറോ മസ്കുലാർ സിൻഡ്രോം ആയിരിക്കാം. തേർഡ്, ഇറ്റ് ക്യാൻ ബി ഹെമറ്റോളജിക്കൽ സിൻഡ്രോം ആയിരിക്കാം. 4 ക്യാൻ ബി റീനൽ സിൻഡ്രോം ആയിരിക്കാം. ഓർ 5 ക്യാൻ ബി ക്യൂട്ടേനിയസ് സിൻഡ്രോംസ് ആയിരിക്കാം. 6ാമത്തെ ഇറ്റ് ക്യാൻ ബി ഓസിയസ്, എല്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ജോയിന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടിഷ്യൂ സിൻഡ്രോം ആയിരിക്കാം. 7ാമത്തെ ഇറ്റ് ക്യാൻ ബി ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിൻഡ്രോംസ് ആയിരിക്കാം. ഓർ ക്യാൻ ബി അമൈലോയിഡോസിസ് മൂലമുള്ള പ്രശ്നമായിരിക്കും. ഇനി ഏറ്റവും കൂടുതൽ പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം ഉണ്ടാക്കുന്ന ക്യാൻസർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ മോസ്റ്റ് കോമൺ ട്യൂമർ അസോസിയേറ്റഡ് വിത്ത് പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം ഈസ് SCLC ആണ്. ദാറ്റ് ഈസ് സ്മോൾ സെൽ ലങ് ക്യാൻസർ. സോ സ്മോൾ സെൽ ലങ് ക്യാൻസർ ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. ആൻഡ് ഏറ്റവും കൂടുതൽ കാണുന്ന പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഹൈപ്പർ കാൽസീമിയ ആണ്. ഹൈപ്പർ കാൽസീമിയ ഇസ് ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് PTH, പാരത്തോർമോൺ ലൈക്ക് ഓർ റിലേറ്റഡ് പെപ്റ്റൈഡ്സ് കൂടുതൽ ഉണ്ടാവുന്നതുകൊണ്ടാണ്. ആൻഡ് എൻഡോക്രൈനോപ്പതീസ്, അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുഷിംഗ് സിൻഡ്രോം. സോ കുഷിംഗ് സിൻഡ്രോം ഉണ്ടാകുന്നത് ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ACTH കൂടുതൽ ഉണ്ടാവുന്നതുകൊണ്ടാണ്. സോ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ള കണ്ടീഷൻസ്. സോ എൻഡോക്രൈനോപ്പതീസ് ഡ്യൂ ടു പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എൻഡോക്രൈൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒന്ന് ഹൈപ്പർ കൂടുതലാണ്. കാൽസീമിയ, കാൽഷ്യം കൂടുതലാകുന്ന അവസ്ഥ. സോ ഇൻക്രീസ് കാൽഷ്യം ലെവൽ സാധാരണ 9 to 11 mg/dL ഒക്കെയാണ് കാൽഷ്യം എങ്കിൽ ഇൻ ലങ് ക്യാൻസർ, ഇൻ കിഡ്നി ക്യാൻസർ, ഇത് രണ്ടിലും ഭയങ്കരമായിട്ട് കൂടാം. ദെൻ ഇൻ ബ്രസ്റ്റ് ക്യാൻസറിൽ കൂടാം, അക്യൂട്ട് T സെൽ ലുക്കീമിയയിൽ കൂടാം. സോ ഇവിടെ സംഭവിക്കുന്നതിന് കാരണം ഇൻക്രീസ്ഡ് PTH, പാരാതോർമോൺ റിലേറ്റഡ് പെപ്റ്റൈഡ്. പാരാതോർമോൺ തന്നെയാണോന്നില്ല, ഈ ക്യാൻസർ സെൽസ് ഈ സാധനങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണ്. സോ ലങ് ക്യാൻസർ ആണ്, പക്ഷെ ഹൈപ്പർ കാൽസീമിയ കാണാം. രണ്ടാമത്തത് വീണ്ടും കുഷിംഗ് സിൻഡ്രോം ആണ്. കുഷിംഗ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂൺ ഫേസ്, വട്ടത്തിലുള്ള മുഖം അല്ലെ, ബഫലോ ഹംബ്, ഇവിടെ ഇങ്ങനെ വീർത്തിരിക്കുക, ദെൻ ട്രങ്കൽ ഒബിസിറ്റി, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇവർക്ക് ഉണ്ടാവുക. ആൻഡ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന സ്മോൾ സെൽ ലങ് ക്യാൻസറിൽ ഇത് കൂടുതലായിട്ട് കാണാം, പാൻക്രിയാറ്റിക് ക്യാൻസറിൽ കാണാം, ന്യൂറൽ ടിഷ്യൂ ക്യാൻസറിലും ചിലപ്പോൾ കാണാം. ഇതുണ്ടാവുന്നതിന് കാരണം ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് ACTH ലൈക്ക് സബ്സ്റ്റൻസ് കൂടുതലായിട്ട് ഉണ്ടാവുന്നു. ACTH എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡിൽ പോയി കൂടുതലായിട്ട് ഇൻക്രീസ് കോർട്ടിസോൾ ലെവൽ വളരെയധികം വർദ്ധിപ്പിക്കും. ദെൻ മൂന്നാമത്തത് SIADH ആണ്, സിൻഡ്രോം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ഡയൂറിറ്റിക് ഹോർമോൺ. ADH തന്നെ ആണോന്നില്ല, എട്രിയൽ നൈട്രിയൂറിറ്റിക് ഫാക്ടേഴ്സും കൂടാം. സോ ലെസ് യൂറിന്റെ എമൗണ്ട് കുറയും, യൂറിൻ വിൽ കം കോൺസെൻട്രേറ്റഡ് ആകും, വാട്ടർ വിൽ ബി റീറ്റെയിൻ, വെള്ളം പിടിച്ചു വയ്ക്കും.
പറ്റും. സോ ഉണ്ടാകാനുള്ള ക്യാൻസർ ലങ് ക്യാൻസർ, വീണ്ടും അതും ഏതാണ്, സ്മോൾ സെൽ ലങ് ക്യാൻസർ തന്നെയാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഇവയിലൊക്കെ അതുണ്ടാക്കാം. ദെൻ നാലാമത്തത് ഹൈപ്പോഗ്ലൈസീമിയ ആണ്. ഷുഗർ ലെവൽ കുറയുന്നു. ഹൈപ്പോഗ്ലൈസീമിയ വരുമ്പോഴത്തേക്കും നമുക്ക് പാൽപിറ്റേഷൻ ഉണ്ടാകാം, ട്രമർ ഉണ്ടാകാം, ഡിസിനസ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. സോ ഇത് പാൻക്രിയാറ്റിക് ഐലറ്റ്സ് കാർസിനോമയിൽ ഉണ്ടാകാം, മിസോത്തീലിയോമയിൽ ഉണ്ടാകാം. സോ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഇതർ ഇൻസുലിൻ ആകാം അല്ലെങ്കിൽ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ 1 അങ്ങനെയൊക്കെയുള്ള സബ്സ്റ്റൻസസ് കൂടുതലാവുന്നത് കൊണ്ടാണ്. ദെൻ അഞ്ചാമത്തെ ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് കാർസിനോയിഡ് സിൻഡ്രോം ആണ്. കാർസിനോയിഡ് സിൻഡ്രോം നമുക്ക് കാണുന്നത് വീണ്ടും ബ്രോങ്കിൽ കാർസിനോമയിലാണ്. പാൻക്രിയാറ്റിക് കാർസിനോമയിൽ കാണാം. സ്റ്റൊമക് ക്യാൻസറിലൊക്കെ ഇത് കൂടുതലാണ്. അവിടെ നമ്മുടെ ഫൈറ്റി ഓർ സിറോട്ടോണിൻ ഈസ് ഇൻക്രീസ്, ബ്രാഡിക്കൈനിൻ ഈസ് ഇൻക്രീസ്. സോ ഇങ്ങനെയൊക്കെയുള്ള കൈനിൻസ് ഒക്കെ കൂടുതലായിട്ട് കാണാം. ദെൻ ആറാമത്തെ ഇവിടെ എഴുതാം, ദാറ്റ് ഈസ് പോളിസൈത്തീമിയ ആണ്. പോളിസൈത്തീമിയ കാണുന്നത് റീനൽ കിഡ്നി ക്യാൻസറിലാണ് അല്ലെങ്കിൽ റീനൽ കാർസിനോമയിലാണ്. ഇനി ലിവർ ക്യാൻസറിൽ കാണാം. ദെൻ സെറിബെല്ലാർ ക്യാൻസർ, ഇതിലൊക്കെ പോളിസൈത്തീമിയ കാണുന്നതിന് കാരണം ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് എറിത്രോപോയിറ്റിൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. എറിത്രോപോയിറ്റിൻ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഹീമോഗ്ലോബിൻ എമൗണ്ട് കൂടും, അപ്പോഴത്തേക്കും പോളിസൈത്തീമിയ ഉണ്ടാകും. ഇനി ന്യൂറോ മസ്കുലാർ സിൻഡ്രോംസ് ഉണ്ടാകുന്നത് മയസ്തീനിയ ഗ്രേവിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇതുണ്ടാകുന്നത് തൈമോമയിലാണ്. ബിക്കോസ് ഓഫ് ഇമ്മ്യൂണോളജിക്കൽ റീസൺസ് ആണ്, ആന്റിബോഡി പ്രൊഡക്ഷൻസ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. മറ്റൊരെണ്ണം ന്യൂറോ മസ്കുലാർ ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത് വീണ്ടും സ്മോൾ സെൽ ലങ് ക്യാൻസറിൽ ഉണ്ടാകാം, ഓൾസോ ഇമ്മ്യൂണോളജിക്കൽ റീസൺസ് വഴിയാണ്. ദെൻ അത് ന്യൂറോ മസ്കുലാർ ആണ്. ഇനി അടുത്തത് ഹെമറ്റോളജിക്കൽ സിൻഡ്രോംസ് ആണ്. ഹെമറ്റോളജിക്കൽ സിൻഡ്രോം ഈസ് ത്രോംബോഫ്ലെബൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്കും വെയിന് പ്രശ്നം ഉണ്ടാകുന്നതാണ്. അതിന് ട്രൗസേഴ്സ് സിൻഡ്രോം എന്നാണ് നമ്മൾ വിളിക്കുക. TRAUSSEAEUS ട്രൗസേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത് മൈഗ്രേറ്ററി ത്രോംബോഫ്ലെബൈറ്റിസ് ആണ്. സോ ഇതുണ്ടാകുന്നത് പാൻക്രിയാറ്റിക് ക്യാൻസറിൽ ഉണ്ടാകാം. ദെൻ ലങ് ക്യാൻസർ ഇവിടെയും ഉണ്ട്. ദെൻ GIT ക്യാൻസർ ഉണ്ടാകാം. റീസൺ ഉണ്ടാകുന്നത് ബ്ലഡിന്റെ കട്ടപിടിക്കൽ കൂടുന്നതാണ്. ഹൈപ്പർ കൊയാഗുലബിലിറ്റി ഓഫ് ബ്ലഡ് കൂടുന്നത് കൊണ്ടാണ്. ദെൻ ബ്ലഡിൽ ഉണ്ടാകുന്ന ഹിമോളജിക്കൽ ആണെങ്കിൽ ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലാർ കൊയാഗുലേഷൻ DIC ഉണ്ടാകാം. അത് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയയിൽ ഉണ്ടാകാം, അഡിനോ കാർസിനോമകളിൽ ഉണ്ടാകാം. ദെൻ അനദർ വൺ ഈസ് അനീമിയ ഉണ്ടാകാം. എക്സാമ്പിൾ തൈമോമയിൽ അനീമിയ ഉണ്ടാകാം. അടുത്തത് റീനൽ സിൻഡ്രോം ആണ്. റീനൽ സിൻഡ്രോം ഒരുപാട് ക്യാൻസറിൽ ഉണ്ടാകുന്നതാണ്. ദാറ്റ് ഈസ് നെഫ്രോട്ടിക് സിൻഡ്രോം, ഒരുപാട് തരം ക്യാൻസറിൽ ഉണ്ടാകുന്നുണ്ട്. ദെൻ നമുക്ക് പറയാനുള്ളത് ക്യൂട്ടേനിയസ് സിൻഡ്രോം ആണ്. ക്യൂട്ടേനിയസ് സിൻഡ്രോം ഉണ്ടാകുന്ന ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് വെച്ചാൽ കഴുത്തിൽ ഒരു ബ്ലാക്ക് നെക്ലേസ് ലൈക്ക് ഏരിയ ഇൻ ദ നെക്ക്. ഇത് സ്റ്റൊമക് ക്യാൻസറിലാണ്. സ്റ്റൊമക് ക്യാൻസറിലും കഴുത്തുമായിട്ട് എന്താ ബന്ധം എന്ന് വെച്ചാൽ ഇതാണ് ഇമ്മ്യൂണോളജിക്കൽ ബിക്കോസ് ഓഫ് സർട്ടൻ ആന്റിബോഡീസ്. ദെൻ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാകുന്നത് ഡാൻഡ്രഫ് ആണ് സംഭവം അല്ലെ. താരനും ക്യാൻസറുമായിട്ട് എന്താണ് ബന്ധം വെച്ചാൽ ക്യാൻ ബി ബവൽ ക്യാൻസറിന്റെ ഒരു ലക്ഷണമായിരിക്കാം. സോ ഇറ്റ്സ് ഓൾസോ ഇമ്മ്യൂണോളജിക്കൽ ആണ്. ദെൻ എക്സ്ഫോളിയേറ്റീവ് ഡെർമറ്റൈറ്റിസ് നമുക്ക് ലിംഫോമാസിൽ നമുക്ക് കാണാം. ഓൾ ദീസ് ആർ ഇമ്മ്യൂണോളജിക്കൽ പ്രോബ്ലം മൂലം ഉണ്ടാവുന്നതാണ്. ഇനി ഹൈപ്പർട്രോഫിക് ഓസ്റ്റിയോ ആർത്രോപ്പതി ഉണ്ടാവുന്നത് ലങ് ക്യാൻസറിലാണ്. ദെൻ ക്ലബിംഗ് ഓഫ് ഫിംഗേഴ്സ് ഉണ്ടാവുന്നത് ലങ് ക്യാൻസറിൽ ഉണ്ടാകാം. സോ ദീസ് ഓൾ ആർ OCS ജോയിന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോയിന്റ് ടിഷ്യൂ പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോംസ് ആണ്. ഇനി GI ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ പറയുകയാണെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ വൺ എക്സാമ്പിൾ മാൽ അബ്സോർപ്ഷൻ അത് നടക്കുന്നത് ലിംഫോമ ഓഫ് ദ ബവലിൽ അടക്കാം. ഹൈപ്പോ ആൽബുമിനിയം ഉണ്ടാകാം. ദെൻ അടുത്തത് അമൈലോയിഡോസിസ് ആണ്. അമൈലോയിഡോസിസ് നമുക്ക് സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ദെൻ ക്യാൻ ബി പ്രൈമറി അമൈലോയിഡോസിസ് ഉണ്ടാകുന്നത് മൾട്ടിപ്പിൾ മയലോമയാണ് ബിക്കോസ് ഓഫ് ഇമ്മ്യൂണോളജിക്കൽ റീസൺ ആണ്. ദെൻ സെക്കൻഡറി അമൈലോയിഡോസിസ് ഉണ്ടാകുന്നത് കിഡ്നി ക്യാൻസറിലുണ്ടാകാം, ലിംഫോമയിലുണ്ടാകാം, സോളിഡ് ട്യൂമേഴ്സിലുണ്ടാകാം. സോ ദീസ് ഓൾ ബിക്കോസ് ഓഫ് അമൈലോയിഡ് പ്രോട്ടീൻസ് ഉണ്ടാകുന്നത് മൂലമാണ്. സോ ഇതെല്ലാമാണ് പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൊത്തത്തിൽ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്, ലോക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞു, ദെൻ സിസ്റ്റമിക് ഫീച്ചേഴ്സ് പറഞ്ഞു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.